വെള്ളിയാഴ്ച ജുമഅക്ക് പോകുന്ന ആളുകളൊക്കെ, ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുവാൻ പോകുന്ന ഈ ഹദീസ് ശ്രദ്ധാപൂർവം കേൾക്കണം. എത്രത്തോളം വലിയ മഹത്വമാണ് അള്ളാഹു അന്ന് ജുമഅക്ക് പോയി വരുന്നതിന് നമുക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. മഹാനായ ഔസ് ബിൻ ഔസ് സഖഫി സഹാബിയാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനി ഇഗ്തസല യൗമൽ ജുമുഅ വഗസ്സല, ആരെങ്കിലും ജുമുഅ ദിനം കുളി നിർവഹിച്ചാൽ, അഥവാ അവൻ നന്നായി ജുമുഅക്ക് വേണ്ടി കുളിക്കുന്നു, വഗസ്സല അവൻ കുളിപ്പിക്കുകയും ചെയ്താൽ, ജുമുഅക്ക് പോകുമ്പോൾ ആ ഉദ്ദേശാർത്ഥം ആരെങ്കിലും കുളിച്ചാൽ, വബക്കറ വബതക്കറ, നേരത്തെ തന്നെ, എത്ര നേരത്തെ ജുമുഅക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ അത്രത്തോളം നേരത്തെ എത്തിപ്പെടുകയും, വബതക്കറ ആ ജുമുഅയുടെ ആദ്യാവസാനം വരെ, ജുമുഅ ഖുത്ബയുടെ ആദ്യം മുതൽ സാഗൂതം അവൻ ഖുത്ബ ശ്രദ്ധിച്ച് ആ നിലക്ക് അവൻ നേരത്തെ തന്നെ ഖുത്ബ അവന് നഷ്ടപ്പെടാതെ അവൻ നേരത്തെ തന്നെ പള്ളിയിലെത്തുകയും ചെയ്താൽ, വദന, ഇമാമിനോടവൻ എത്രത്തോളം അടുത്തിരിക്കാൻ സാധിച്ചുവോ അവൻ അടുത്തിരിക്കുകയും ചെയ്തു, വസ്തമഅ, അവിടെ നടക്കുന്ന ഖുത്ബ അവൻ സാഗൂതം ശ്രവിച്ചു, വളരെ ശ്രദ്ധാപൂർവം അവൻ കേട്ടു, വഅൻസത, അവൻ മൗനം പാലിച്ചു. അതേപോലെ തന്നെ അവൻ പള്ളിയിലേക്ക് പോയത് വമശാവലം യർക്കബ്, ചില റിപ്പോർട്ടുകളിൽ കാണാം അവൻ നടന്നാണ് പോയത്, വാഹനത്തിൽ പോയില്ല. അവൻ ആ നടത്തം, അങ്ങനെ ഒരാൾ നടന്ന് ജുമഅക്ക് പോയാൽ, കാന ലഹു, ആ വ്യക്തിക്കുണ്ട്, ബികുല്ലി ഖുത്വത്തിൻ യഖ്തുഹാ, അവൻ വെക്കുന്ന ഓരോ ചുവടുവെപ്പുകൾക്കുമുണ്ട്, അജ്റു സനത്തിൻ, ഒരു വർഷത്തെ കൂലി. ഒരു വർഷത്തെ കൂലി സഹോദരങ്ങളെ, ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടോ? ഒരു ചുവടുവെപ്പിന്, ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതിന് ഒരു കൊല്ലം സിയാമുഹ വ ഖിയാമുഹ, ഒരു കൊല്ലം നോമ്പെടുത്ത കൂലി, ഒരു കൊല്ലം നിസ്കാരം നിർവഹിച്ച കൂലി. എന്തിന്? വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ജുമുഅ നിർവഹിക്കുവാൻ വേണ്ടി നടന്നു പോയാൽ, അതിനുവേണ്ടി വെക്കുന്ന ഒരു സ്റ്റെപ്പിന് ഒരു കൊല്ലം പൂർണ്ണമായി നിസ്കരിക്കുകയും ഒരു കൊല്ലം പൂർണ്ണമായി നോമ്പെടുക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സഹീഹായ ഹദീസാണ്. നോക്കണം നിങ്ങൾ സഹോദരങ്ങളെ, ഇത് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പല പണ്ഡിതന്മാരും ഈ ഹദീസ് ഉദ്ധരിച്ചതിൻ്റെ ശേഷം ഇപ്രകാരം പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ള, അഥവാ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നിശ്ചയിച്ചതിൽ, ലൈസ ഫി സുന്നത്തി ഫി ഖബരിൻ സഹീഹിൻ അക്സറു മിൻ ഹാദ സവാബ്, ഇത്രത്തോളം വലിയ പ്രതിഫലം നിശ്ചയിച്ച ഒരു സുന്നത്ത് വേറെ ഇല്ലാതെ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചില ഇമാമിങ്ങൾ തന്നെ പറഞ്ഞു, ലം നസ്മഅ മിനശ് ശരീഅത്തി ഹദീസൻ സഹീഹ, ശരീഅത്തിൽ ഒരൊറ്റ ഹദീസ്, സഹീഹായ ഒരു ഹദീസും നമ്മൾ കേട്ടിട്ടില്ല, മുസ്തമിലൻ അലാ മിസ്ലി ഹാദ സവാബ്, ഇത്ര വലിയ പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ട, ഉൾക്കൊള്ളുന്ന ഒരു കർമ്മത്തെ ഞങ്ങളാരും ശരീഅത്തിൽ ഒരു ഹദീസിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ലഭിക്കണമെങ്കിൽ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നവർക്കേ ഇത് ലഭിക്കുകയുള്ളൂ എന്നുകൂടി അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? ജുമഅക്ക് വേണ്ടി എന്ന ഉദ്ദേശത്തോടെ നന്നായി കുളിച്ചൊരുങ്ങണം, അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നേരത്തെ പള്ളിയിലേക്ക് പോകണം, നടന്നു പോകണം, വാഹനത്തിലേറാതെ നടന്നു പോകണം. അവിടെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരുപക്ഷെ പള്ളി ഒരുപാട് ദൂരെയായിരിക്കാം, വാഹനത്തിൽ പോകാതെ നിവൃത്തിയില്ലെങ്കിൽ അവർക്ക് എതിറുണ്ടല്ലോ, അവർക്ക് കാരണമുള്ളത് കൊണ്ടാണല്ലോ, അവർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ നടന്നിട്ട് പോയിട്ട് അതിൻ്റെ കൂലി കിട്ടണം എന്നുള്ളത്. പക്ഷെ അവർ നിർബന്ധിതരാവുകയാണ് വാഹനത്തിൽ പോകുവാൻ, എങ്കിൽ അവർക്കും ഇത് പ്രതീക്ഷിക്കാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാരണമുള്ളത് കൊണ്ടാണല്ലോ. ഏതുപോലെ അതിന് ഉദാഹരണം കൂടി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങി മദീനയിലേക്ക് എത്താനുള്ള സമയമായപ്പോൾ സഹാബിമാരോട് ഒരു പാഠം പറഞ്ഞു കൊടുത്തു. അതെന്താണ്? മദീനയിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുവാൻ കഴിയാത്ത കുറേ ആളുകൾ മദീനയിൽ നിൽപ്പുണ്ടായിരുന്നു, അവർക്ക് നമ്മുടെ കൂടെ യുദ്ധത്തിന് പോരാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ ചവിട്ടിയ ഓരോ ചവിട്ടടികളിലും നിങ്ങൾക്ക് കിട്ടിയതുപോലെയുള്ള പുണ്യം അവർക്കും കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അവർ മദീനയിലല്ലേ, ഞങ്ങളല്ലേ സഞ്ചരിച്ചത്, പിന്നെ എങ്ങനെയാണ് ഞങ്ങളെപ്പോലെ അവർക്കും കൂലി കിട്ടുക? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബസഹുമുൽ ഉദ്റു, അവർക്ക് അങ്ങനെ വരാൻ ആഗ്രഹമുണ്ടായിരുന്നു, പ്രതിഫലം നേടണമെന്ന് മോഹമുണ്ടായിരുന്നു, പക്ഷേ അവരെ അതിൽ നിന്ന് തടഞ്ഞത് പ്രതിബന്ധങ്ങളാണ്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്,
വാഹനത്തിൽ പോയാലേ പള്ളിയിലേക്ക് സമയത്തിന് എത്തുകയുള്ളൂ എന്ന നിർബന്ധ സാഹചര്യമുള്ള ആളുകൾ വാഹനത്തിൽ പോയാലും ഈ ഒരു പുണ്യം അവർക്ക് ലഭിച്ചേക്കാം എന്ന്. എന്നാൽ നടന്നു പോകുന്ന പാർക്കിങ്ങിൽ വണ്ടിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നടക്കുന്ന നടത്തം ഒക്കെ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇമാമിനോട് എത്രത്തോളം അടുത്തിരിക്കാൻ അതൊരു പ്രത്യേക നിബന്ധനയായി പറഞ്ഞു. വസ്തമഅ, സാഗൂതം ശ്രവിച്ചു, ഒന്നും ചെയ്തില്ല, അനങ്ങാതെ ഇരുന്നു. ഒരു കല്ല് കൊണ്ട് പോലും, പഴയ കാലത്ത് മണൽ വിരിച്ച പള്ളികളല്ലേ, ചരക്കല്ലുകൾ കയ്യിലെടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിപ്പിടിക്കുന്നത്, അതിന്മേൽ വ്യാപൃതനാകുന്നത് വരെ ജുമഅയുടെ ശ്രദ്ധയില്ലെന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുമെന്നുള്ളതിനാൽ അതുപോലും നിരോധിച്ചു. മറ്റൊരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നത് പോലും നമ്മുടെ ജുമഅയെ ബാധിക്കുന്ന കാര്യമായി അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു. ഇന്നത്തെ കാലം നമ്മൾ ശ്രദ്ധിക്കണം. ജുമഅക്ക് വന്നിരുന്നാൽ പോലും മൊബൈലെടുത്ത് മെസ്സേജ് നോക്കുവാനും മെസ്സേജ് തിരിച്ച് മറുപടി നൽകുവാനും അതേപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുവാനും അതേപോലെയുള്ള കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്കുമൊക്കെ ഈ ഫോണുകൾ ഉപയോഗപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ വെള്ളം കുടിച്ച പാത്രം ശബ്ദമുണ്ടാക്കിയിട്ടും ആ ഗ്ലാസ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും പിടിച്ച് അതിലേക്ക് ശ്രദ്ധിച്ചിട്ടും അതിൻ്റെ കമ്പനിയുടെ പേര് വായിച്ചിട്ടുമൊക്കെ പലപ്പോഴും ആളുകൾ ജുമുഅ ഖുത്ബയുടെ വേളകളിൽ അശ്രദ്ധമായിരിക്കുന്ന അവസ്ഥ കാണുവാൻ സാധിക്കാറില്ലേ പലപ്പോഴും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നവർക്ക് റഹ്മാനായ റബ്ബ് നൽകുന്നത് അളവറ്റ പ്രതിഫലമാണ്. ഉൾക്കൊള്ളാൻ പോലും നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത് ഇത്ര വലിയ പ്രതിഫലം നൽകപ്പെട്ട ഒരു കാര്യം വേറെ കേട്ടിട്ടില്ല. എന്ത്? ജുമുഅ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പിനും ഒരു കൊല്ലം നോമ്പെടുത്ത കൂലി, ഒരു കൊല്ലം നിസ്കരിച്ച കൂലി ഓരോ സ്റ്റെപ്പിനും എന്ന്. എത്രത്തോളമാണ് മഹത്വം! റഹ്മാനായ റബ്ബ് അർഹിക്കുന്ന വിധത്തിൽ ജുമുഅ ദിനത്തെ ആദരിക്കുവാനും ആ ദിവസത്തിലെ സൽക്കർമ്മങ്ങൾ വളരെ ഇഖ്ലാസോടെ പുണ്യപ്രതീക്ഷയോടെ നിർവഹിക്കുവാനുമൊക്കെയുള്ള തൗഫീഖും സന്മനസ്സും നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ പ്രത്യേകമായ വൻ പ്രതിഫലങ്ങൾക്ക് അർഹരായിത്തീരുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെയും അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ.